വോയിസ് ഓഫ് ഗുരുവിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. ഞാൻ അർച്ചന പ്രതീഷ്. ഓം ശ്രീനാരായണ പരമഗുരവേ നമ. ഓം ശ്രീ ശാരദാംബായേ നമ. ആചാര്യപാദങ്ങളിൽ പ്രണാമം. ഭഗവാന്റെ മധുരവാണികൾ ശ്രവിക്കുവാൻ ഭാഗ്യം ലഭിച്ച എല്ലാ സുഹൃതികൾക്കും എൻ്റെ വിനീത പ്രണാമം. ഗുരുസാഗരം ആധ്യാത്മിക കുടുംബ മാസികയിലെ പങ്ക്തികളെ പരിചയപ്പെടുത്തുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നു എന്നറിയുന്നതിൽ സന്തോഷം. തുടർന്നും സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ വായനയുടെ വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗുരുസാഗരം ആധ്യാത്മിക കുടുംബ മാസികയുടെ ചീഫ് എഡിറ്ററും ശ്രീ നാരായണ ഗുരു വിദ്യാപീഠം ആചാര്യനുമായ ശ്രീ സജീവ് കൃഷ്ണൻ സാർ എഴുതിയ 2022 സെപ്റ്റംബറിലക്കം എഡിറ്റോറിയലാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. യാത്രാ സാഫല്യത്തിനായി ഇനിയും നടക്കാം. അനന്തമായ കാലപ്രവാഹത്തിൽ ഈ പ്രപഞ്ച നദിയിൽ എപ്പോഴോ ഒഴുകി വന്ന പാഴ്ത്തടി കഷ്ണങ്ങളാണ് നമ്മൾ. ഒഴുകിത്തീരാത്ത നദിയുടെ ആയുസ്സും ഇടവേളയിൽ എപ്പോഴോ കുറച്ചു സമയം ഈ ഒഴുക്കിൽപ്പെടാൻ ഭാഗ്യം ലഭിച്ച നമ്മുടെ ആയുസ്സും തമ്മിൽ തുലനത്തിന് അർഹതയില്ലാത്ത വിധം ശുഷ്കമാണ്. എന്നിട്ട് നമ്മൾ വിചാരിക്കുന്നു മൂഢരായി നാം ഈ നദിക്ക് അവകാശികളെന്ന്, ഈ ഒഴുക്ക് നമ്മുടെ സ്വന്തം ശക്തിയാലെന്ന്. സ്വരുക്കൂട്ടി വെച്ചതൊക്കെയും ദിശ തെറ്റി ചുഴിയിൽ പതിച്ചു പോകും വരെ നമ്മിലാരും ഈ സത്യം തിരിച്ചറിയുന്നില്ല. അറിയിക്കാൻ നമുക്ക് മുമ്പേ ഒഴുകിയവർ ഇട്ടിട്ടു പോയ അടയാള വാക്യങ്ങളിൽ നമ്മുടെ കണ്ണ് പതിയുന്നുമില്ല. നാം ഒന്നും അറിയാതെ വെറുതെ ഒഴുകി തടഞ്ഞും തിരിഞ്ഞും പുളഞ്ഞും എപ്പോഴോ നദീമുഖത്തു നിന്ന് ആരും അറിയാതെ അപ്രത്യക്ഷമാകുന്നു. ഈ ക്ഷണിക യാത്രയിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. എല്ലാം പൂർവ്വനിശ്ചിതമാണ്. ഒഴുക്കിനൊത്ത് കഴിയും ദൂരം സഞ്ചരിക്കുകയെന്ന നിശ്ചയം മാത്രമാണ് നമുക്കായി അനുവദിക്കപ്പെട്ടിരിക്കുന്നത്. അതിലും ദിശ നമ്മളല്ലല്ലോ നിശ്ചയിക്കുന്നത്. പിന്നെ എന്തു ജീവിതം എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. അതാണ് ജീവിതം എന്നേ ഇതിനർത്ഥമുള്ളൂ. ഓളപ്പരപ്പിൽ ഒത്തൊഴുകുമ്പോൾ നമുക്ക് ആ യാത്ര എങ്ങനെ ആനന്ദകരമാക്കാം, കൂടുതൽ സൗഹാർദ്ദമാക്കാം എന്നു മാത്രം ചിന്തിക്കാം. നമ്മുടെ സ്റ്റോപ്പെത്തും വരെ സഹയാത്രികർക്ക് നല്ല യാത്രാനുഭവം നൽകിയതിൽ ആനന്ദം കണ്ടെത്താം. അതിനുശേഷം എന്ത്, ഈ ചെയ്തതിനൊക്കെയും ഫലമെന്ത് എന്നുള്ള തോന്നലുകളെ നമുക്ക് ഒഴുക്കിക്കളയാം. അല്പമായി യാത്രയിൽ കഴിയുന്നത്ര ലഗേജ് ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. യാത്ര കൂടുതൽ സുഖപ്രദമാകും. സൂക്ഷിക്കാനൊന്നുമില്ലാത്തവൻ്റെ യാത്ര പക്ഷിച്ചിറകിൻ്റെ വിശാലമായ വാനം നമുക്കായി തുറന്നിടും. ഓരോ ജാലകത്തിലും ചെന്ന് വീട്ടുകാരെ വിളിച്ചുണർത്തി സൂര്യോദയം കാണിച്ച് ആനന്ദം പകരുന്ന കുരുവികളെ പോലെ സുഖമായി ജീവിക്കുക. മറ്റുള്ളവരുടെ സന്തോഷത്തിൽ സ്വയം ആനന്ദം കണ്ടെത്തുക. അങ്ങനെയെങ്കിൽ ഒഴുകുന്നത്രയും നിമിഷങ്ങൾ നമുക്ക് സ്വന്തമായിരുന്നു എന്ന് ആഹ്ലാദിക്കാമല്ലോ. പരിഭവിക്കാനും കണ്ണീർ പൊഴിക്കാനും ഒഴുക്കിൽ നിന്ന് സ്വയം മാറിയിരിക്കാനും നമുക്ക് സാധ്യമല്ലെന്നറിയുക. എന്നാൽ സ്നേഹിക്കാനും സല്ലപിക്കാനും ആത്മസഹോദരങ്ങൾക്കൊത്ത് ആനന്ദിക്കാനും നാം ഏറെ അനുവദിക്കപ്പെട്ടിരിക്കുന്നുവെന്നും തിരിച്ചറിയുക. അതാണ് പ്രായോഗിക അദ്വൈതം. ഗുരുവിൻ്റെ മൃദുവായ മാനസത്തിൽ അമർന്നുകൊണ്ട് ഒഴുകാൻ കഴിയുന്നതാണ് സഫലമാം യാത്ര. എല്ലാത്തിനും ഒരുപോലെ സ്നേഹം കൊടുക്കുന്ന കാരുണ്യം ചൊരിയുന്ന മാനസമാണ് ഗുരുവിൻ്റേത്. അത് വിശ്വവിശാലമാണ്. അവിടെ ഒരു ഭേദവുമില്ലാത്ത ആകാശ ഗംഗാ പ്രവാഹമുണ്ട്. നമ്മെ എല്ലാവരെയും ലയിപ്പിക്കുന്ന ആത്മസുഖമുണ്ട്. അതറിഞ്ഞ് ആനന്ദം പതഞ്ഞൊഴുകുന്ന കാലപ്രവാഹത്തിൽ നമുക്കിനിയും യാത്രയുണ്ട് ഏറെ ദൂരമെന്ന് ജീവനോടെ ഉണരുന്ന ഓരോ പ്രഭാതത്തിലും തിരിച്ചറിയുക. യാത്രയുടെ ഓരോ നിമിഷവും ആനന്ദമാക്കുന്ന ഹൃത്തടം തുറന്ന് ഉണർന്നു പങ്കുചേരുക. 3 വർഷങ്ങൾക്ക് മുമ്പ് 2019 ആഗസ്റ്റ് 18 ഗുരുസാഗരമെന്ന ഈ അക്ഷരക്കൂട്ടത്തിൽ നമ്മൾ ഒത്തുചേർന്നത്. വായനക്കാരനെന്നോ പ്രസാധകനെന്നോ ഭേദമില്ലാത്ത നവ്യമായ ആശയങ്ങളുടെ ഒരുമയിൽ നാം ഏറെ ദൂരം ഒഴുകിക്കഴിഞ്ഞു. ഗുരു എന്നത് ഇവിടെ ഒരു നാമരൂപത്തിൽ തങ്ങിയ മൗലികതയല്ലായിരുന്നു. മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്ന എല്ലാ നാമരൂപങ്ങളിലും ഗുരുവിനെ കണ്ടുവണങ്ങിയാണ് നാം സഞ്ചരിച്ചത്. ഇനിയുള്ള ദൂരവും നമുക്ക് വിശ്വമഹാമഹസിൽ ഗുരുവിനെ നിറഞ്ഞു കണ്ട് സഞ്ചരിക്കാം. ഗുരു അരുത് എന്നു പറയുന്നതിനോടൊക്കെയും കൂട്ടുകൂടാതെ
ഗുരു അനുഗ്രഹിച്ചവയ്ക്കൊപ്പം സാഹോദര്യം പങ്കിട്ട് നമുക്ക് വീണ്ടും നടക്കാം. ഒരു പിറന്നാളിൽ എന്തിരിക്കുന്നുവല്ലേ? എന്നാൽ പിറന്നാളിൽ ഇരിക്കുന്ന ചിലതുണ്ട്. ഒന്ന്, ഒരുപാട് ദൂരം സഞ്ചരിച്ചു എന്ന സ്മൃതി. ഇനി എത്രയെന്ന് അറിയില്ലെന്ന ശ്രുതി. ഉള്ളത്രയും നല്ലതാകാനുള്ള വിവേകം എന്നിവയെല്ലാം പിറന്നാളിലാണ് ഇരിക്കുന്നത്. ഗുരുസാഗരത്തിൻ്റെ 3 വർഷം പൂർത്തിയായി. 4ാം പിറന്നാൾ ദിനത്തിൽ പുതിയ സഹയാത്രികരെ ഒപ്പം വിളിച്ചുകൊണ്ടുവന്ന് കൂട്ടിച്ചേർത്ത എല്ലാ പ്രിയ വായനക്കാർക്കും നന്ദിയുണ്ട്. ഇനിയുള്ള യാത്രയിലും നമുക്ക് ഗുരുവിൻ്റെ നിഴൽ പറ്റി ഓരം ചേർന്ന് സന്തോഷം പൂണ്ട് ആനന്ദത്തിൻ്റെ അനന്തതയിലേക്ക് ഒന്നിച്ച് യാത്ര ചെയ്യാം എന്ന വിശ്വാസം ബാക്കി സൂക്ഷിച്ചോട്ടെ. കഴിഞ്ഞ 3 വർഷവും സാമ്പത്തികമായി അനുഭവപ്പെടുന്ന വലിയ ഞെരുക്കം മാത്രമാണ് നമ്മെ കുറച്ചെങ്കിലും അലട്ടിയത്. എന്നാൽ മുന്നോട്ടു പോകാൻ ധൈര്യം തന്നത് ഗുരു എന്ന 2 അക്ഷരത്തിൻ്റെ അനന്തമായ ശക്തിയാണ്. ഗുരുസാഗരം കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്നതിന് തെളിവാണ് ഇതിൻ്റെ നടത്തിപ്പിൽ ഗുരു ചൊരിയുന്ന അനുഗ്രഹവർഷം. മിച്ചം വയ്ക്കാൻ ഒന്നും അവശേഷിക്കാതെയാണ് ഓരോ മാസവും ചിലവുകൾ പരിഹരിക്കപ്പെടുന്നത്. അടുത്ത മാസത്തെ അച്ചടിക്ക് ഒന്നും തന്നെ ആ സമയം അവശേഷിക്കില്ല. എങ്കിലും എവിടെ നിന്നെങ്കിലും അത് വന്നുകൊള്ളും എന്ന വിശ്വാസത്തിൽ അടുത്ത ലക്കത്തിൻ്റെ എഴുത്തും ചിത്രങ്ങളും ശേഖരണങ്ങളും തുടങ്ങും. എല്ലാം പൂർത്തിയാകുമ്പോൾ വീണ്ടും മണിച്ചെപ്പ് നിറയും. ആ മാസത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ചെറിയ വാർഷിക വരിസംഖ്യകൾ വന്ന തുള്ളികൾ പോലെ നിറഞ്ഞാണ് അത് സാധ്യമാകുന്നത്. ഇടയ്ക്ക് സുഹൃത്തുക്കൾ നൽകുന്ന ചില കൈത്താങ്ങുകൾ കൊണ്ടും മുന്നോട്ടു പോകാൻ സാധിക്കുന്നു. അതിനാൽ തന്നെ ഗുരുസാഗരത്തിൻ്റെ ഭാവിയിൽ ഞങ്ങൾക്ക് ആശങ്കയില്ല. ഗുരു എത്ര കാലം നിശ്ചയിക്കുന്നുവോ അത്രയും കാലം ഗുരുസാഗരം അച്ചടിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കും. ഈ യാത്രയിൽ തനമനങ്ങൾ കൊണ്ട് സഹായവുമായി എത്തുന്ന എല്ലാവരെയും ഞങ്ങൾ നന്ദിപൂർവ്വം നമിക്കാറുണ്ട്. എന്തെന്നാൽ അവർ ഗുരുനിയോഗമാണ് നിർവഹിക്കുന്നത്. ഗുരുസാഗരത്തെ സഹായിക്കാൻ അവരിൽ തോന്നലുണ്ടാക്കുന്നത് ഭഗവാനല്ലാതെ മറ്റാരുമല്ല. ഗുരുവിന് സ്വാധീനിക്കാൻ അർഹതപ്പെട്ട ഒരു ഹൃദയം അവർക്കുണ്ടെന്ന് സാരം. ആ സുഹൃത്തത്തെയാണ് ഞങ്ങൾ നമസ്കരിക്കുന്നത്. ആ ഹൃദയങ്ങൾ പുലരുന്നിടത്തോളം കാലം നാം ഇനിയും നടക്കാം. രാവിനു മുമ്പേ ജീവിത കനൽക്കാട് താണ്ടാൻ സഹജീവികളെ സഹായിച്ചു മുമ്പേ നടക്കാം. ഇതോടെ എഡിറ്റോറിയൽ പൂർണ്ണമാകുന്നു. ഗുരുസാഗരം മാസിക വായിക്കാൻ വരിക്കാരാവാം. 600 രൂപ അടച്ചാൽ 1 വർഷത്തേക്ക് മാസിക തപാലിൽ ലഭിക്കുന്നതാണ്. 60 രൂപ അടച്ചാൽ സിംഗിൾ കോപ്പിയും ലഭിക്കും. പണം അടയ്ക്കേണ്ട ഗൂഗിൾ പേ നമ്പർ 80 78 18 88 58. ശേഷം അഡ്രസ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 62 82 31 92 94. ഇപ്പോൾ മാസിക ഡിജിറ്റൽ ആയിട്ടുണ്ട്. ലോകത്തെവിടെ ഇരുന്നും മാസിക വായിക്കാം. www.guruSagaram.com എന്ന വെബ്സൈറ്റിൽ ഡിജിറ്റൽ വായന ആസ്വദിക്കാം. ഇതോടെ ഇന്നത്തെ വായന പൂർണ്ണമാകുന്നു. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. തുടർന്നും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. പുതിയ വിഷയങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നമസ്തേ.